എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നീറ്റ് UG 2025 പ്രവേശനത്തിനായിട്ടുള്ള നീറ്റ് UG പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ നീറ്റ് സ്കോർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു NTA.NIC.in അത് NEET.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നീറ്റ് UG 2025 റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ NEET.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ മുകളിലായിട്ട് തന്നെ നീറ്റ് UG 2025 റിസൾട്ട് ഈസ് ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതല്ലെങ്കിൽ താഴെ നീറ്റ് UG 2025 റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം പേജിൽ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ റിസൾട്ടിൻ്റെ ലിങ്ക് ലഭിക്കാത്ത പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ 3 ലിങ്കുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും അതുപോലെ തന്നെ അക്കങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താണോ ആ ഒരു സമയത്ത് കാണുന്നത് ആ ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ പറയുന്ന പ്രകാരം ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് വീണ്ടും പുതുതായിട്ട് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പബ്ലിക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്കോർ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഇതിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു നീറ്റ് UG നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BAMS, BUMS, BSMS അതുപോലുള്ള വിവിധ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നീറ്റ് UG എങ്ങനെ നടത്തിയിട്ടുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ഓഫ് നീറ്റ് UG എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എത്ര വിദ്യാർത്ഥികളാണ് ഓരോ വർഷം, അത് 2019 മുതൽ 2025 വരെ എത്ര വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ എത്ര ഉണ്ട്, അതുപോലെ തന്നെ NRIs, OCIs, PIO, അതുപോലെ ഫോറിനേഴ്സ്, മെയിൽസ്, ഫീമെയിൽസ്, തേർഡ് ജെൻഡർ എത്രയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു അൺറിസർവ്ഡ്, അതുപോലെ തന്നെ SC, ST, OBC, EWS ടോട്ടൽ അങ്ങനെ എത്രയുണ്ട്. ഇതുപോലെ ഈ ഒരു കാറ്റഗറി തിരിച്ചിട്ടും വിവിധ തരത്തിലുള്ള അതുപോലെ തന്നെ എത്ര ലാംഗ്വേജസിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഈ ഒരു ടോട്ടൽ 13 ലാംഗ്വേജസിലുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ലാംഗ്വേജിലും എത്ര വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നീറ്റ് പരീക്ഷയിൽ 2024-25 എത്ര മെയിൽ ആണ് പാസ്സായിട്ടുള്ളത്, ഫീമെയിൽ എത്ര പാസ്സായി, തേർഡ് ജെൻഡർ എത്ര പാസ്സായി എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികളാണ് അതിൽ രജിസ്ട്രേഷൻ ചെയ്തത്, പരീക്ഷ എഴുതിയത് എത്ര വിദ്യാർത്ഥികളാണ്, അതിൽ ക്വാളിഫൈ ആയിട്ടുള്ള എത്ര വിദ്യാർത്ഥികളാണ്, ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ നാഷണാലിറ്റി നോക്കുന്ന സമയത്ത് ഇന്ത്യൻ എത്ര, ഫോറിൻ നാഷണൽ എത്ര, അതുപോലെ തന്നെ NRIs എത്ര, OCI എത്ര, ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പേഴ്സൻറ്റേജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് മാർക്കാണ് വിവിധ റിസർവേഷൻ കാറ്റഗറിയിൽ വാങ്ങിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഇതുപോലെ എല്ലാവിധ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. കാരണം ടോട്ടൽ 16ഓളം പേജിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയിൽ എത്ര വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് 100 റാങ്കുകളിൽ വന്നിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറി തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾ എത്രയാണ്, ഇതുപോലെ വിവിധ തരത്തിലുള്ള ആ ഒരു അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നീറ്റ് UGയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇനി മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ
ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള കൗൺസിലിംഗ് എന്ന് നടക്കും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കൗൺസിലിംഗ് എന്നാണ് ഈ ഒരു പറയുന്നത്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ എന്ന് മാത്രം, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് വിവിധ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന പേരിൽ ഇവിടെ നീറ്റിൻ്റെ ഇതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് MCC വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മിലിറ്ററിയിൽ MBBS കോഴ്സിലേക്ക് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ഈ ഒരു MCC വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് വഴിയും നിങ്ങൾ അതിനായിട്ടുള്ള അപേക്ഷകളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വിവിധ വിഭാഗങ്ങളിലേക്കുള്ള അഡ്മിഷൻ ഈ ഒരു നീറ്റ് UG സ്കോറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ MCCയിൽ വഴി അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിവിധ ഇതുപോലുള്ള പ്രതിരോധ വിഭാഗങ്ങളിൽ ഡോക്ടേഴ്സ് ആവാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് ഓൾ ഇന്ത്യ കോട്ടയായിട്ട്, അതായത് 15%, അതായത് 15% സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ കോളേജുകളിലും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് MCC വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിലവിൽ കേരളത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് KEAM 2025 പ്രവേശന പരീക്ഷ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ പിന്നീട് അപ്ലോഡ് ചെയ്യാനുള്ള അവസരത്തിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് അതിന് അഡ്മിഷൻ നൽകുന്നത്. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.